Hello guys, welcome back to our channel Beauty Vibes. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും, അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഒരു ഹെയർ. അപ്പോൾ എനിക്കും പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല ലോങ് ഹെയർ. പക്ഷെ ഇപ്പം എനിക്ക് ഷോർട്ട് ഹെയർ ആണ്. അതായത് നല്ല തിക്കൊക്കെ വേണമെന്ന് എല്ലാവർക്കും നല്ല ആഗ്രഹമായിരിക്കും. അപ്പം നമ്മൾ അതിനുവേണ്ടി പല ട്രീറ്റ്മെൻറ്റും കെമിക്കൽ ട്രീറ്റ്മെൻറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ പല ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹെയർ ഡാമേജ് ആവും. അപ്പോൾ ഈ ഹെയറൊക്കെ ഡാമേജ് ആവാനതിന് മുൻപ് നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തതിന് കുറച്ച് ടിപ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആ കുറച്ച് ടിപ്സാണ് ഞാനിവിടെ നിന്ന് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ടിപ്പ് നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റ് യുവർ ഹെയർ. അതായത് നമ്മുടെ ഹെയർ എങ്ങനെ സംരക്ഷിക്കാം. അതായത് നമ്മുടെ ഈ ഹെയർ പ്രത്യേകിച്ചും ഡാമേജ് വരുന്നത് നമ്മൾ ഈ സണ്ണിൻ്റെ വെയിലടിച്ചിട്ടും പിന്നെ ഈ മഴയത്തും ഒക്കെ നടന്നിട്ട് നമ്മുടെ ഹെയർ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ വെയിലത്തൊക്കെ പോകുമ്പോൾ ഒരു കൊടയോ എന്തെങ്കിലും ക്യാപ്പോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ മഴയത്തൊക്കെ നമ്മൾ കൂടുതൽ നേരം നനയാതെ തല നനഞ്ഞിരിക്കാതെ, അതായത് മുടി നനഞ്ഞിരിക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ സണ്ണിൻ്റെ വെയിലൊക്കെ ഏറ്റു വരുമ്പോൾ നമ്മുടെ ഹെയർ പെട്ടെന്ന് ഡാമേജ് ആവാനും ബ്രേക്കേജ് ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്യാപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൊടയോ ഒക്കെ നമ്മൾ കയ്യിൽ കരുതണം, അത് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്കതിന്ന് പരമാവധി നമുക്കതിനകത്തുനിന്ന് സേഫ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ ഹെയറെ സംരക്ഷിക്കാം. പിന്നെ ഈ മഴയത്ത് നനയുമ്പോൾ ഉണ്ടാകുന്നത് നമ്മുടെ ഹെയർ നനഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് ഡാൻഡ്രഫ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് മഴയൊക്കെ കൊള്ളണത് പരമാവധി ഒഴിവാക്കണം. ടിപ്പ് നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിയായിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യാത്തത്. അതായത് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യണം. അതായത് നമ്മൾ മോയ്സ്ചറൈസിങ് കണ്ടന്റ് ഉള്ള കണ്ടീഷണർ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മൾ എന്തായാലും യൂസ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഹെയർ കൂടുതലും ഡാമേജ് ആവാനായിട്ടും ബ്രേക്കേജ് ആവാനായിട്ടും കാരണം. പിന്നെ നമ്മൾ ഷാമ്പു യൂസ് ചെയ്തിട്ട് കണ്ടീഷണർ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഹെയർ ഒക്കെ ഫ്രിസി ഹെയർ ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടായിട്ട് മസ്റ്റായിട്ട് നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ എന്തായാലും കണ്ടീഷണർ യൂസ് ചെയ്യണം. കറക്റ്റായിട്ട് എങ്ങനെ കണ്ടീഷണർ യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ഹെയറിൻ്റെ റൂട്ട് ഉണ്ടല്ലോ, നമ്മൾ ഈ ഹെയർ വളരുന്ന ഭാഗം അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് നീക്കിയിട്ട് വേണം നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ. ഒരിക്കലും നമ്മുടെ തലയോട്ടിയോട് ചേർന്ന് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യരുത്. തലയുടെ ഇവിടുന്ന് 2 ഇഞ്ച് നീക്കിയിട്ട് നമ്മുടെ ഹെയറിൻ്റെ അറ്റത്ത് വരെ നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെയാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടത്. പിന്നെ കറക്റ്റായിട്ട് എങ്ങനെ എത്ര അളവിൽ നമ്മൾ ഷാമ്പു കണ്ടീഷണർ എടുക്കണമെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ 1 രൂപ കോയിൻ ഉണ്ടല്ലോ, ആ കോയിൻ്റെ ആ ഒരു വട്ടുണ്ടല്ലോ, ആ ഒരു വീതിക്കാണ് നമ്മൾ കണ്ടീഷണറും ഷാമ്പുവും എടുക്കേണ്ടത്. അത് രണ്ടും ഒരേ സെയിം അളവിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ടിപ്പ് നമ്പർ 3 എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് നമ്മുടെ ഹെയറിൽ ഹീറ്റിൻ്റെ ഇതുണ്ടല്ലോ കണ്ടന്റ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അതായത് നമ്മൾ ഈ ഹെയർ ഡ്രയറൊക്കെ യൂസ് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുക. അതായത് നാച്ചുറലായിട്ട് നമ്മുടെ ഹെയർ ഉണക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവാനും ഫ്രിസി ഹെയർ ആവാനും നമ്മുടെ ഇത് ബ്രേക്കേജ് വന്നിട്ട് നമ്മുടെ ഇത് പൊട്ടിപ്പോകാനും ഈ തുമ്പത്തൊക്കെ ഉണ്ടല്ലോ സ്പ്ലിറ്റൻസ് ഒക്കെ വരാനായിട്ടും കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹെയർ ഡ്രയർ പരമാവധി നമ്മൾ ഒഴിവാക്കാം. അതുപോലെ തന്നെയാണ് സ്ട്രെയിറ്റ്നറും പിന്നെ കേളറും ഒക്കെ യൂസ് ചെയ്യുന്നതും. അതും നമുക്കൊരു പരിധി വരെ അത് നമുക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പം നമുക്ക് അത് ചെയ്തേ പറ്റൂ എന്നൊരിതിൽ മാത്രം നമ്മളത് യൂസ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഹെയർ തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ടിപ്പ് നമ്പർ 4 എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നമ്മുടെ ഹെയർ കെട്ടുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് കെട്ടില്ലേ, അത് നമ്മൾ ബണ്ണൊക്കെ ചെയ്യുമ്പോൾ എന്നിട്ട് പ്രത്യേകിച്ച് ഹൈ ബൺ അതുപോലെ ഇങ്ങനെ പോണിറ്റെയിൽ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ടൈറ്റായിട്ട് കെട്ടാതിരിക്കുക. അതായത് നമ്മുടെ ഹെയറിനെ എപ്പോഴും ലൂസായിട്ട് ഇടുക. അപ്പോൾ ഈ ടൈറ്റായിട്ട് കെട്ടുമ്പോൾ അത് നമ്മുടെ ഈ ഹെയറിൻ്റെ സ്കാൽപ്പിലും റൂട്ടിലൊക്കെ ബാധിച്ച് നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ ഇത് മുടിയൊക്കെ പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹെയർ ബണ്ണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ടൈറ്റായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ടിപ്പ് നമ്പർ 5 എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബെഡ് ടൈം ഉണ്ടല്ലോ, നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുൻപ് നമ്മളിപ്പോൾ ഹൈ ബണ്ണിൽ വെച്ചിട്ട് മുടി ഇങ്ങനെ പൊക്കിയാണ് കെട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ടൈറ്റായിട്ട് കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒന്നില്ലെങ്കിൽ അഴിച്ചിട്ട് കിടക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ പിന്നിട്ട് കിടക്കില്ലേ, മെടഞ്ഞിട്ട് കിടക്കുന്നൊക്കെ പറയാം, അങ്ങനെ ഇട്ടിട്ട് കിടക്കുക. അതും ലൂസായിട്ട് വേണം പിന്നിടാനായിട്ട്. ഒരിക്കലും ടൈറ്റായിട്ട് ഇട്ട് ഒരിക്കലും ഉറങ്ങരുത്.
ടിപ്പ് നമ്പർ 6 എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോ കവർ സാറ്റിൻ്റെ പില്ലോ കവർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഈ കോട്ടൻ്റെയും അങ്ങനത്തെ മറ്റുള്ള പില്ലോ കവറൊക്കെ യൂസ് ചെയ്യുമ്പോഴുണ്ടല്ലോ അതൊക്കെ ഭയങ്കര റഫായിട്ടുള്ള പില്ലോ കവേഴ്സ് ആയിരിക്കും. അപ്പോൾ അത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പില്ലോ കവർ നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാറ്റിൻ്റെ കവർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ടിപ്പ് നമ്പർ 7 എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഹെയർ ഓയിലിംഗ് ആണ്. അതായത് നമ്മൾ ഡെയിലി ഹെയർ ഓയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയറിന് നല്ല ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഡെയിലി ഹെയർ ഓയിൽ ചെയ്യാനായിട്ട് സാധാരണ ഗേൾസിനൊന്നും ഇഷ്ടമുണ്ടാവില്ല. നമുക്ക് എപ്പോഴും ഷാമ്പു യൂസ് ചെയ്യാനായിരിക്കും ഇഷ്ടം. എനിക്ക് അങ്ങനെയാണ്. എനിക്ക് ഷാമ്പു ഇട്ട് ഇങ്ങനെ പാറി കിടക്കാൻ ഇഷ്ടമോ ഹെയർ ഓയിൽ എനിക്ക് ഇഷ്ടമല്ല. എന്നാലും നമ്മൾ ആഴ്ചയിൽ ഒരു 2 തവണയോ 2 ദിവസമോ ഒക്കെ ആയിട്ട് നമ്മൾ ഹെയർ ഓയിലിംഗ് ചെയ്യാൻ മറക്കരുത്. അത് നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹെയറിന്റെ ഗ്രോത്തിനും അത് നല്ലതാണ് ഹെയർ ഓയിലിംഗ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ ഹെയറിൽ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഹെയർ നല്ല ഇതിൽ വളരാൻ ഹെൽത്തി ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മളൊരു വിചാരമുണ്ട് നമ്മൾ എത്രത്തോളം ഓയിൽ നമ്മുടെ തലയിൽ തേക്കുന്നുണ്ടോ അതനുസരിച്ച് നമ്മുടെ ഹെയർ വളരുന്നു. പക്ഷേ അതൊരു മിഥ്യാധാരണയാണ്. നമ്മുടെ ഹെയർ ഓയിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തോരം ഓയിൽ ചെയ്ത് വെച്ചാൽ അത്രയും നമ്മുടെ ഹെയർ ഒന്നും വളരാൻ പോകുന്നില്ല. നമ്മുടെ തലയിലേക്ക് ചെല്ലുന്ന ഓയിലിനൊരു അളവുണ്ട്. അതായത് നമ്മുടെ സ്കാൽപ്പിൽ ചെന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ചെന്നിട്ടാണല്ലോ നമ്മുടെ ഹെയർ വളരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു അളവുണ്ട്. അപ്പം നമ്മൾ ആവശ്യത്തിന് മാത്രം ഹെയർ ഓയിൽ നമ്മുടെ തലയിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം നമുക്കൊരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വെച്ചിട്ട് നമ്മുടെ ഹെയറൊക്കെ കഴുകി കളയാം. അപ്പോൾ തന്നെ നമ്മൾ കണ്ടീഷണറും യൂസ് ചെയ്യാം. പിന്നെ എന്തൊക്കെ ഹെയർ ഓയിൽ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സാധാരണ നാടനായിട്ടുള്ള കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം. ഇതൊക്കെ ഹെയറിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ല ഓയിൽസാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഹെയറിൽ ചെയ്യാൻ പറ്റുന്നത്, അതായത് 8ാമത്തെ ടിപ്പാണ് ഞാൻ പറയുന്നത്, ഹെയർ മാസ്ക്. അതായത് നമ്മുടെ മാസത്തിൽ ഒരു ഹെയർ മാസ്ക് എങ്കിലും നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിന് നല്ലതാണ് ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 9ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ ചൂടുവെള്ളം നമ്മുടെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഹെയറിൽ ചൂടുള്ള വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല. നല്ല കോൾഡ് ആയിട്ടുള്ള വെള്ളം തന്നെയാണ് നമ്മുടെ ഹെയറിന് സൂയിറ്റബിൾ ആയിട്ടുള്ള വെള്ളം. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ 10ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഷാമ്പു നമ്മൾ 1 മാസം യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ ഇന്ന് ഒരു ഷാമ്പു യൂസ് ചെയ്യുന്നത് പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ വേറെ ഷാമ്പു യൂസ് ചെയ്യുക, അങ്ങനെ ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ 1 മാസം ഇപ്പോൾ ഒരു ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് നമ്മൾ വേറെ ഷാമ്പു യൂസ് ചെയ്ത് നോക്കുക. അതായത് നമുക്ക് ആ ഒരു ഷാമ്പു കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഫലങ്ങളൊന്നുമില്ല, നമ്മുടെ ഹെയർ അതുപോലെ തന്നെ ടെക്സ്ചറൊന്നും മാറിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ ബ്രാൻഡ് മാറ്റി വേറെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ളത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെയും കൂടി ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തും ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ 11ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാതിരിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഹെയർ ഡ്രയർ, കേളർ, സ്ട്രെയിറ്റ്നർ, പിന്നെ നമ്മൾ സെറം നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ഹെയറിൽ. അതായത് നമ്മുടെ മുടിയൊക്കെ ഒതുങ്ങിയിരിക്കാനായിട്ട് സെറം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹെയർ സെറമൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ വേറെ നമ്മൾ കുറേ ഐറ്റംസ് ഒക്കെ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാതിരിക്കുക. അത് നമ്മുടെ മുടിയുടെ ഹെൽത്തിനെ ബാധിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ 12ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് കെമിക്കൽസ് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതൊരു നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മുടെ ഈ കെമിക്കൽസ് ഓവറായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിനൊക്കെ ബാധിക്കും. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹെയർ കളറിംഗ് ഒക്കെ പരമാവധി കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ
അപ്പോൾ അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ കോംസ് അല്ലെങ്കിൽ ബ്രഷ് അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ചെറിയ ചെറിയ പല്ലുകളുള്ള ബ്രഷ് യൂസ് ചെയ്തിരിക്കുന്ന അകന്ന ബ്രഷിന്റെ പല്ലുകളുള്ള ബ്രഷാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് അകന്നിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ മുടിയൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് നമുക്ക് പരമാവധി ഒഴിവാക്കാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് നമ്മുടെ ഹെയർ സംരക്ഷിക്കാനായിട്ട് പറഞ്ഞു തരാനുള്ള ടിപ്സ്. അപ്പോൾ ഇത് എല്ലാവരും ഫോളോ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.